ഇവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് തന്നെയായിട്ട് അമ്പനാട് ഹിൽസിലേക്കുള്ള KSRTC ബസ് വൈകുന്നേരത്തെ ട്രിപ്പാണ്, ലാസ്റ്റ് ട്രിപ്പാണ്. താഴെക്കൂടെ അതിന് അവിടേക്ക് എത്താനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് അവിടെ എത്താം. വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ പുനലൂരിൽ നിന്നും തെങ്കാശിക്കുള്ള റോഡിൽ കൂടി യാത്ര ചെയ്ത് കഴുതുരുട്ടി എന്ന സ്ഥലത്ത് നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് പോവുകയാണ്. നമ്മൾ പോകുന്നത് അമ്പനാട് ഹിൽസിലേക്കാണ്. നിരവധി സഞ്ചാരികൾ അവിടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ എത്തുമ്പോഴേക്കും നമ്മളെ തിരിച്ച് വിടുന്ന ഒരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആരെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അതുവരെ ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയുടെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് ഹിൽസിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവിടെ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, അവിടേക്ക് വന്നതാണ്. ഇത് പുനലൂർ പോകുന്ന വഴിയാണ്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെല്ലാം കണ്ട് നമുക്ക് നമ്മുടെ കൊല്ലം ജില്ലയുടെ മൂന്നാർ എന്നറിയപ്പെടുന്ന അമ്പനാട് ഹില്ലിലേക്ക് യാത്ര പോകും. ഇപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഒരു വെടി പൊട്ടിച്ചത് നിങ്ങൾ കേട്ടില്ലേ? ഒരു PVC പൈപ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു ഉപകരണമാണ്. ഇവിടെ മൃഗങ്ങളുടെ ശല്യമുള്ള ഒരു ഏരിയ ആണ്. പുലിയൊക്കെ ഇറങ്ങിയതായിട്ട് നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം മൃഗങ്ങളെയൊക്കെ തുരത്താനായിട്ടുള്ള വെടി പൊട്ടിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വളരെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണിത്. ഇവിടെ നിന്നും നല്ല കാഴ്ചയൊക്കെ ആസ്വദിച്ച്, ഒരു മൂടിയ അന്തരീക്ഷമാണ്, നല്ല മഴക്കാറുണ്ട്, എന്നാലും അടിപൊളി ഒരു ദൃശ്യമാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നല്ല കാറ്റുമുണ്ട്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് നമുക്ക് ഇവിടെ നിന്നും അമ്പനാട് ഹിൽസിലേക്ക് നമുക്ക് യാത്ര തിരിക്കാം. അപ്പോൾ നിരവധി സഞ്ചാരികൾ ഈ പ്രദേശത്ത് ഈ അമ്പനാട് ഹിൽസിലേക്ക് പോകുന്ന വഴിയുള്ള ഈ മാമ്പഴത്തറയിൽ എത്തുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. അമ്പനാട് ഹിൽസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിലായിട്ട് റബ്ബറും തോട്ടവും മറു സൈഡിൽ നമുക്ക് പറങ്കാം തോട്ടവും കാണാം. പറങ്കിമാവിൻ്റെ നല്ലൊരു പുതിയൊരു തോട്ടമാണ്. എല്ലാം വെച്ച് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. ഈ ഭാഗത്തായിട്ടൊരു അമ്പലമൊക്കെ കാണുന്നുണ്ട്. ഒരു തോടും അമ്പലവും എല്ലാമായിട്ട് നല്ല ഭംഗിയുള്ള പ്രദേശമാണിത്. ഇത് വലിയ മലയാണ്. മുകളിൽ വലിയ പാറകളൊക്കെ നമുക്ക് കാണാം. ഈ പാറകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഈ ചൂരൽമലയിലെ സംഭവം ഓർമ്മ വരുന്നത്. വയനാട്ടിലെ ഇതുപോലുള്ള പാറകളൊക്കെയാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്ന് നിരവധി വീടുകൾ നഷ്ടമായത്, ജീവനുകൾ നഷ്ടമായത്. അങ്ങനെയൊന്നും ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വീണ്ടും നമ്മൾ റബ്ബർ എസ്റ്റേറ്റിന് ഇടയിലൂടെ ഇങ്ങനെ യാത്ര തുടരുകയാണ്. ഒരു വശത്തായി ഉയർന്ന കുന്നും താഴ്വാരത്ത് ഈ റബ്ബർ എസ്റ്റേറ്റുമാണ് ഈ വഴിയിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. റബ്ബർ പ്ലാന്റേഷനാണ് ഇവിടുത്തെ പ്രധാന കൃഷിരീതി. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഈ അമ്പനാട് ഹിൽസിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹെയർ പിന്നൊക്കെ കയറി നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നു. തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഇവിടെ തേയിലയുടെ കൃഷിയുണ്ട്. അങ്ങനെയാണല്ലോ ഈ പ്രദേശത്തിന് കൊല്ലം ജില്ലയുടെ മൂന്നാർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. നിരവധി വെള്ളച്ചാട്ടങ്ങൾ ഇതുപോലുള്ളത് നമുക്ക് റോഡ് സൈഡുകളിൽ കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ ഏതാണ്ട് അമ്പനാട് ഹിൽസിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അന്തരീക്ഷമാണ്, വെയിലൊന്നുമില്ല, ചെറിയ മഴക്കാറുകളൊക്കെ ഉണ്ട്. എന്നാലും പ്രശ്നമില്ല, നല്ല അന്തരീക്ഷം, നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു കാലാവസ്ഥയായിരുന്നു ഇന്ന് നമുക്ക് ഇവിടെ ലഭിച്ചത്. അപ്പോൾ നമ്മൾ അമ്പനാട് ഹിൽസിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിനടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഇവിടെ ആരെയും കയറ്റി വിടുന്നില്ലായിരുന്നു എന്നാണ്. അമ്പനാട് ഹിൽസിലെ പോസ്റ്റ് ഓഫീസാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന ഐക്കണാണിത്. അപ്പോൾ ഇവിടെ ആ ഗേറ്റിൻ്റെ അവിടെ നമ്മൾ
വണ്ടിയുടെ നമ്പരും പേരും ഒക്കെ കൊടുത്തതിന് ശേഷം വന്ന വാഹനങ്ങളെയെല്ലാം ഇന്നത്തെ ഒരു ദിവസം ഇവർ കടത്തിവിട്ടിട്ടുണ്ട്. നിരവധി ആളുകൾ ഇവിടെ വന്നിട്ട് ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിയാതെ തിരിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ട്, നമ്മളെ ഇതിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുകളിലേക്ക് പോകുമ്പോൾ 2 വ്യൂ പോയിൻ്റ് ഉണ്ട്, അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ചെറിയ റോഡാണ്, ഒരു വാഹനത്തിന് പോകാനുള്ള വീതിയേ ഉള്ളൂ. നിരവധി ബൈക്ക് യാത്രികരെയൊക്കെ നമ്മൾ ഈ വരുന്ന വഴിക്കൊക്കെ കണ്ടു. അവരെല്ലാം ഇന്നത്തെ ദിവസം ഇവിടെ കയറ്റി വിട്ടിട്ടുണ്ട്. അല്ലാതെ ഇവിടെ വരുന്നവർക്ക് പ്രവേശനമുള്ളത് ഇവിടുത്തെ ബംഗ്ലാവുണ്ട്. ബംഗ്ലാവിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമാണ് ഇങ്ങോട്ട് പ്രവേശനമുള്ളത്. നമ്മളിങ്ങനെ കുറച്ച് മുമ്പോട്ട് യാത്ര ചെയ്ത് വരുമ്പോൾ മറ്റൊരു ജംഗ്ഷൻ പോലുള്ളൊരു സ്ഥലം എത്തുന്നുണ്ട്. അവിടെ ഒരു അമ്പലവുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ധാരാളം ആൾക്കാർ അവിടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ജംഗ്ഷനാണ്. ഇതൊരു അമ്പലത്തിൻ്റെ മതിലാണെന്നാണ് തോന്നുന്നത്. നമ്മളവിടെ നിർത്തിയില്ല. നമ്മൾ ഏറെ വൈകിയാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഏതാണ്ട് 4:30-ക്ക് ശേഷമാണ് നമ്മളിങ്ങോട്ട് പ്രവേശിച്ചത്. നമുക്ക് അരമണിക്കൂർ സമയമാണ് അവർ തന്നിട്ടുള്ളത്. എന്നാലും നമ്മൾ ഇങ്ങനെ പോവുകയാണ്. വന്ന വഴിക്ക് ഒരു വാഹനം വന്നു. സ്ഥലമില്ലാത്തത് കൊണ്ട് അവർ റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് സ്ഥലം തരികയായിരുന്നു കടന്നു പോകാൻ. ഇപ്പോൾ ഇവിടെ ഈ തേയില കൂടാതെ തേയിലയ്ക്കിടയിൽ ഗ്രാമ്പു, അതുപോലെ ഓറഞ്ച് തുടങ്ങിയ കൃഷികളൊക്കെ ഉണ്ട്. വലുതായിട്ട് ഇങ്ങനെ സംരക്ഷിച്ചു വരുന്ന ഒരു തോട്ടമൊന്നുമല്ല. അപ്പോൾ നമ്മളൊരു വ്യൂ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ്. വലിയൊരു പാറയാണ്. ഈ ബൈക്ക് സഞ്ചാരികളൊക്കെ അവിടെ ആ പാറയുടെ മുകളിൽ ഈ ബൈക്കൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് റീൽസും സെൽഫിയും ഒക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് അവിടുത്തെ ഫാക്ടറി നമുക്ക് കാണാം. നിരവധി മലകൾ നമുക്കിങ്ങനെ കാണാം. ഏതാണ്ട് സൺസെറ്റിൻ്റെ സമയമാണ്, പക്ഷേ മൊത്തം കാർമേഘമായതുകൊണ്ട് നമുക്ക് വലിയ കാഴ്ചകളൊന്നും കിട്ടിയില്ല. എങ്കിലും മനോഹരമായിരിക്കുന്നു. ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ഈ കാർമേഘം കിടക്കുന്ന ഈ കാഴ്ച കാണാനും ഒരു ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരെല്ലാം ഈ പാറപ്പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് സമയം വിശ്രമിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കുശലമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഞങ്ങൾ അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക് തിരിച്ചത്. എല്ലാവരും ആവശ്യം പോലെ സമയം അവിടെ ചെലവഴിച്ചു. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. നമ്മുടെ വാഹനം വന്നതിന് ശേഷവും നിരവധി വാഹനങ്ങൾ അവിടെ എത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആ ഫാക്ടറിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങുന്നു അടുത്ത വ്യൂ പോയിൻറ്റിലേക്ക്. ഇതിലും മനോഹരമായിരിക്കും അടുത്ത വ്യൂ പോയിൻ്റ് എന്നാണ് കരുതുന്നത്. ഏതായാലും നമുക്ക് പോകാം. നിരവധി തവണ ഞങ്ങൾ ഈ അമ്പനാട് ഹിൽസിലേക്ക് വരാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആ ഗേറ്റിൻ്റെ അവിടെ വരെ മാത്രമേ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ അവർ വാഹനം ഉള്ളിലേക്ക് കയറ്റി വിടില്ല. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങി ഒന്ന് ചുറ്റി നടന്ന് കാണാം. അവിടെയുള്ള കടകളിൽ നിന്ന് വല്ല ഭക്ഷണമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വ്യൂ പോയിൻ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെയും വലിയ ഒരു പാറയാണുള്ളത്. അപ്പം നിരവധി ആളുകൾ അവിടെ ആ പാറയുടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങളും മുകളിലേക്ക് കയറുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്താണെന്ന് നമുക്കൊന്ന് കാണണ്ടേ? അടിപൊളി വ്യൂ തന്നെ ആയിരിക്കും. താഴെ കണ്ടതിനേക്കാളിലും മനോഹരമായിരിക്കാം ഇവിടെ നിന്നുള്ള വ്യൂ. നമ്മുടെ ഈ പാറയുടെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ ഭാഗത്ത് അത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ. നമ്മുടെ ഈ എസ്റ്റേറ്റിൻ്റെ ഭാഗമല്ല അത്. അവിടെ മൃഗങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആനയും കാട്ടുപോത്തുമൊക്കെ അവിടെ എത്താറുണ്ടെന്നാണ് ഇവിടെ പ്രദേശവാസികളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പാറയുടെ മുകളിൽ കയറി നിൽക്കുമ്പോൾ അപ്പുറത്ത് മറ്റൊരു പാറ കാണാം. ആ പാറയുടെ മുകളിലും വന്നവരൊക്കെ കയറിയിരിക്കുന്നുണ്ട്. താഴെക്കൂടെ അതിന് അവിടേക്ക് എത്താനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് അവിടെ എത്താം. ഇവിടെ നിന്ന് നോക്കുമ്പോഴും നമുക്ക് മുമ്പ് കണ്ട ആ ഫാക്ടറിയും ആ മലനിരകളുമാണ് കാണുന്നത്. പക്ഷേ മുമ്പേ കണ്ടതിനെക്കാട്ടിലും കുറച്ചുകൂടി ഉയരത്തിലാണ് ഈ പ്രദേശമുള്ളത്. അതുകൊണ്ട്
കൂടുതൽ ഭംഗിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിരിക്കുന്നു. സൂപ്പർ വ്യൂ ആണ്. അടിപൊളി അന്തരീക്ഷം, നല്ല വൈബ്, എല്ലാം ആസ്വദിച്ച് നമുക്കിങ്ങനെ കുറേ നേരം ഇവിടെ ചെലവഴിക്കാം. കോട കയറി വരുന്നതിൻ്റെ ദൃശ്യമൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെ എല്ലാ മലകളിലേക്കും ഇങ്ങനെ കോട കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ 2 ടവറൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഈ ടവറിന് മുകളിലേക്കുള്ള ഭാഗവും അതുപോലെ ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ്. നമുക്ക് അങ്ങോട്ട് വാഹനമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ബൈക്ക് യാത്രികരൊക്കെ മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. പക്ഷേ മുകളിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഫോറസ്റ്റിൻ്റെ. അവിടം വരെ നമുക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും. വലിയ വാഹനങ്ങൾക്കൊന്നും മുകളിലോട്ട് പോകാൻ കഴിയില്ല. അപ്പം മനോഹരമായ ഒരു സായം സന്ധ്യ നമുക്ക് ഇവിടെ ഇങ്ങനെ ആസ്വദിക്കാം. ഒരു സൺസെറ്റ് വ്യൂ ഒക്കെ നല്ല കിട്ടുന്ന സമയമാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് ഈ മഴ കാലത്ത് ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷമായിരിക്കും ഇവിടെ പൊതുവെ. മൂടൽ മഞ്ഞും അതുപോലെ കാർമേഘം മൂടിക്കിടക്കുന്ന ഒരു സംഭവമായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും ഇതും അടിപൊളിയാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം നമ്മൾ താഴേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മൾ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷവും നിരവധി വാഹനങ്ങൾ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ബംഗ്ലാവിൽ താമസിക്കുന്നവരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ സയ്യ എന്ന് പറയുന്ന ഒരാളുമായി നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹം ബംഗ്ലാവിലെ ജീവനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്തിയേക്കാം. ആവശ്യമുള്ളവർ വിളിച്ച് പോവുക. വീണ്ടും നമ്മൾ പ്രവേശിച്ച ആ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയ ചായക്കടയുണ്ട്. അവിടെ ചായയും ചെറു കടികളുമൊക്കെ കിട്ടും. നമ്മുടെ കൂടെ വന്ന സുഹൃത്ത് അതിനകത്ത് കയറി കണ്ട അൽബൂരി വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചായക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. KSRTC ബസ് ഇവിടെ എത്തിയിരിക്കുകയാണ്. അമ്പനാട് ഹിൽസിലേക്കുള്ള KSRTC ബസ് വൈകുന്നേരത്തെ ട്രിപ്പാണ്, ലാസ്റ്റ് ട്രിപ്പാണ്. അപ്പം നിരവധി ആൾക്കാർ ഈ ബസ്സിനെ ആശ്രയിച്ച് വരുന്നവരുണ്ട്. ഇവിടുത്തെ താമസക്കാർ. രാവിലെയും സർവീസുണ്ട്. ആര്യങ്കാവിൽ നിന്നാണ് ഈ സർവീസ് വരുന്നത്. അപ്പോൾ ആളുകൾ വന്ന് ഇറങ്ങുന്നു, കുറേ പേര് അതിനകത്ത് കയറുന്നു. ബസ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ഇത്തരം KSRTC ബസ്സുകളാണ് അവിടുത്തെ താമസക്കാർക്ക് ഒരു ആശ്രയം. ടൗണിലേക്ക് പോയി സാധനങ്ങളും മറ്റുമായിട്ട് വരുന്നത് ഈ ബസ്സിലാണ് ഇവിടെയുള്ള ആളുകൾ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ താമസക്കാരനായ എസ്റ്റേറ്റിലെ താമസക്കാരനായ ഒരാളുമായി പരിചയപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പറഞ്ഞു. വീട്ടിൽ റബ്ബർ ഇരിക്കുന്നിടത്ത് ഒരു ബംഗ്ലാവുണ്ട്. അവിടെ ഒരാളിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ചാപ്പാടൊക്കെ കമ്പനിയുടെ വകയാണ്. കമ്പനി ഇവിടെ അവിടെ നവാസ്, അവിടെ നവാസ് എന്ന് പറയുന്നത്. ഇത് ഏത് കമ്പനിയാണ്? TRND. കേരളത്തിൽ തന്നെ മുണ്ടക്കയം ഉണ്ട്. ഇവർക്ക് 4-5 എസ്റ്റേറ്റ് അവിടെ. മുണ്ടക്കയം, മണിക്കല്ല്, കുപ്പക്കയം എന്നും പറഞ്ഞു അവിടെ 4 തോട്ടമുണ്ട്. പിന്നെ PVC കമ്പനി പൂട്ടിക്കിടക്കില്ലേ, അത് ഇവരുടെ. ജോലിക്കാരുണ്ട്, താഴെ കുഴിക്കാത്തുണ്ട്. ഇവിടെ 3-4 കമ്പനി പണി നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് ആളുകളേ ഉള്ളൂ. റബ്ബറും ഇല്ല. ഇപ്പൊ റബ്ബർ മുറിച്ചിട്ട് തൈ വെച്ചിട്ടില്ല. ഇതിനു മുമ്പ് റബ്ബർ മുറിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ തൈ വെക്കട്ടെന്ന് പറഞ്ഞാൽ മുറിച്ചപ്പോ മലയാളം കമ്പനിയൊക്കെ മുറിച്ച് തൈ വരുമ്പോ കണ്ടില്ല നിങ്ങള്. ഇത്ര ആരിഷൻ മലയാളം കമ്പനി ഇവര് ആ കൂട്ടത്തിൽ ഇവര് മുറിച്ച് ഒറ്റ തൈ വെച്ചു 1000 ഏക്കർ മുറിച്ചിട്ടുണ്ട്. അങ്ങനെ ചായയും ചെറുകടിയും ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഇതൊന്നും മറക്കരുത്. ചാനലിൽ ആദ്യമായിട്ടെത്തിയ സുഹൃത്തുക്കൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, സഹായിക്കുക. അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.